തൃശൂർ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവിനെതിരെ നഗരസഭാ സെക്രട്ടറി കേസ് കൊടുത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ. സമരം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുല്ലശ്ശേരി ഉപജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിന്. ഏനാമക്കൽ സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന മത്സരം PTA പ്രസിഡന്റ് ജോസ് വാവേലി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ജോഷി പോൾ, ജോബി ജോസ് എടക്കളത്തൂർ, ജിമ്മി ബേബി, KJ പയസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ഉപജില്ലാ കേരള സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരുമ്പിലാവിൽ പണം ചോദിച്ചത് നൽകാത്തതിൽ ചപ്പാത്തിക്കട അടിച്ചു തകർത്തു. പെരുമ്പിലാവ് സ്വദേശി ഹൈദ്രോസിന്റെ ടേസ്റ്റി ഫുഡ് ചപ്പാത്തിക്കടയാണ് രാജേഷ് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു തകർത്തു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. തൃശൂർ വേലൂർ സ്കൂൾ ശതാബ്ദി വാർഷികത്തിൽ ജനപങ്കാളിത്തം കുറഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. വാർഷികം രാഷ്ട്രീയവൽക്കരിച്ചെന്ന ആരോപണം. വരും ദിവസങ്ങളിൽ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും വേലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ സ്വകാര്യ ബസ് കാറിലിടിച്ച് അപകടം. ആളപായമില്ല. കുന്നംകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മുൻപിൽ പോവുകയായിരുന്ന കാറിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശവും ബസിന്റെ മുൻവശവും ഭാഗികമായി തകർന്നു. കൊല്ലം മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ രാജ്യാന്തര സമ്മേളനം ഈ മാസം 11, 12, 13 തീയതികളിൽ നടക്കും. പത്തനാപുരം മൗണ്ട് താബോർ ദയറായിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. കോളേജിലേക്ക് പോകുകയായിരുന്ന 2 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഓല കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തിനശിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. കൊല്ലത്ത് +1 വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കുളത്തൂപ്പുഴ സ്വദേശി സജീവ്. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന +1 വിദ്യാർത്ഥിനിയെയാണ് യുവാവ് പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഇരിങ്ങാലക്കുട താഴേക്കാട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. താഴേക്കാട് സ്വദേശി ജിജോ ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. അലുമിനിയം ഫാബ്രിക്കേറ്ററായ ജിജോ ജോലി സംബന്ധമായ ആവശ്യത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. സംസ്ഥാന സർക്കാരിനെതിരെ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി RSSുമായി ഉണ്ടാക്കിയ രഹസ്യധാരണകളുടെ വസ്തുതകൾ പുറത്തുവരുമ്പോൾ തൃശൂർ പൂരം കലക്കാൻ ആസൂത്രണം നടത്തിയത് RSS BJP ശക്തികളാണെന്ന് തെളിയുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രളയത്തിൽ തകർന്ന നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. ദുരിതാശ്വാസ സാമഗ്രികളുടെ ആദ്യ ചരക്ക് കൈമാറി. നേപ്പാളിൽ മഴയും മണ്ണിടിച്ചിലും വ്യാപകമായത് കഴിഞ്ഞ മാസം അവസാനത്തോടെ. മലപ്പുറം എടപ്പാൾ നാടകാരംഗ് ഫൗണ്ടേഷൻ 2024 വർഷത്തെ TRC പുരസ്കാരം നടിയും നാടകപ്രവർത്തകയുമായ ബീന R ചന്ദ്രൻ. നവംബർ 2 ആരംഭിക്കുന്ന 16ാമത് നാടകമേളയുടെ ഉദ്ഘാടന വേദിയിൽ PP സുനീർ MP പുരസ്കാര സമർപ്പണം നിർവഹിക്കും. 10,001 രൂപയും ശിലാഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. ബിസിനസ് ആവശ്യങ്ങൾക്കായി 1 കോടി രൂപ ലോൺ സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിലായത് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി R പൊൻചന്ദ്ര മൗലീശ്വരൻ. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കോട്ടയം ചെമ്മനത്തുകര ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ കൊടിയിറങ്ങി. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നാടിന്റെ ഉത്സവമായി മാറിയ ആഘോഷങ്ങൾക്കാണ് സമാപനം കുറിച്ചത്. നാവള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സമാപന ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. രാഷ്ട്രീയ ജനതാദൾ കോട്ടയം ജില്ലാ കൺവെൻഷൻ RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹത്തിൽ വർഗീയത വളർത്തുന്ന ശക്തികൾക്കെതിരായി മതനിരപേക്ഷ പ്രസ്ഥാനം ജനാധിപത്യ പ്രതിരോധം രൂപപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയം കുമരകത്ത് കടയുടെ മുകളിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി. നാട്ടുകാരുടെ സഹായത്തോടെയാണ് നായയെ രക്ഷപ്പെടുത്തിയത്. A23 Rummy leaderboard